മൈസൂരിൽ നിന്ന് കുടകിലേക്ക് യാത്ര തിരിക്കും മുമ്പ് ഇന്ന് നമ്മൾ മൈസൂരിലെ 3 പ്രധാന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സന്ദർശന കേന്ദ്രങ്ങളായ സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ, ടിപ്പുവിൻ്റെ മക്ബറ, ചാമുണ്ഡി ക്ഷേത്രം എന്നിവ സന്ദർശിക്കുകയാണ്. A+A+ എന്ന വിദ്യാഭ്യാസ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൈസൂരിലെ സന്ദർശനം പൂർത്തിയാക്കി നമ്മൾ ഇന്ന് കുടകിലേക്ക് മടങ്ങുകയാണ്. വഴിമധ്യേ നമുക്ക് ടിപ്പുവിൻ്റെ മക്ബറ, സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ, ചാമുണ്ഡി ഹിൽസ് എന്നിവ സന്ദർശിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സെൻറ്റ് ഫിലോമിന ചർച്ചിലാണ്. ഇവിടെ ഒന്ന് സന്ദർശിച്ച് നമ്മൾ പോവുകയാണ്. പണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ടൂർ യാത്രാവേളകളിൽ വളരെ ചെറിയ നിരക്കിൽ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഔദ്യോഗികമായി സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ഫിലോമിനയുടെ കത്തീഡ്രൽ സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു കത്തോലിക്ക പള്ളിയും ഇന്ത്യയിലെ മൈസൂർ രൂപതയുടെ കത്തീഡ്രലുമാണ്. നിയോ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച ഇത് 1936 മഹാരാജ കൃഷ്ണരാജ വാഡിയാർ നാലാമന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ വാസ്തുവിദ്യ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് കത്തീഡ്രൽ. കത്തീഡ്രൽ സന്ദർശനത്തിന് ശേഷം നമ്മൾ അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് നീങ്ങുകയായി. കത്തീഡ്രലിൽ നിന്ന് നമ്മൾ യാത്രയാവുകയാണ്. അടുത്തതായി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ടിപ്പുവിൻ്റെ മക്ബറയിലാണ്. മൈസൂരിൽ നിന്ന് മക്ബറ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗപട്ടണത്തേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. നഗരത്തിലൂടെയുള്ള യാത്രയായതുകൊണ്ട് 37 മിനിറ്റ് സമയമെടുക്കുന്നു. നമ്മളിപ്പോൾ നേരെ കാണുന്ന ആ കെട്ടിടത്തിലാണ് ടിപ്പുവിൻ്റെ ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിൻ്റെ ഭാര്യ, മക്കൾ, മറ്റ് ബന്ധുക്കൾ, സൈന്യാധിപന്മാർ എന്നിങ്ങനെ അനേകം ഖബറുകൾ ഇവിടെ കാണാം. ഇതിനോടനുബന്ധിച്ച് തന്നെ പള്ളിയും മതസ്ഥാപനങ്ങളും കാണാം. ടിപ്പുവിൻ്റെ ചരിത്രവും കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. 18ാം ശതകത്തിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ടിപ്പു സാഹബ്, ടിപ്പു സുൽത്താൻ, മൈസൂർ കടുവ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ഫത്തഹ് അലിഖാൻ. ടിപ്പു മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയുടെയും അദ്ദേഹത്തിന്റെ പത്നി ഫക്രുന്നീസയുടെയും സീമന്തപുത്രനായിരുന്നു. ഹൈദരലിയുടെ മരണശേഷം മുതൽ മരണം വരെ മൈസൂർ രാജ്യം ഭരിച്ച ടിപ്പു സുൽത്താൻ തന്റെ അധീനതയിലുള്ള രാജ്യത്ത് ഒട്ടനവധി ഭരണപരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ്. പുതിയ നാണയ സംവിധാനം, മീലാദി കലണ്ടർ, അതുപോലെ തന്നെ പുതിയ ഭൂനികുതി വ്യവസ്ഥ എന്നിവ അദ്ദേഹം രാജ്യത്ത് നടപ്പിലാക്കി. മൈസൂർ പട്ടുതുണി വ്യവസായത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഉൾപ്പെടെ ബ്രിട്ടീഷ് സേനയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ ശ്രീരംഗപട്ടണ ഉപരോധം, പൊള്ളിലർ യുദ്ധം തുടങ്ങിയവയിൽ റോക്കറ്റുകൾ പോലെയുള്ള പല നൂതന യുദ്ധോപകരണങ്ങളും ടിപ്പു സുൽത്താൻ പ്രയോഗിക്കുകയുണ്ടായി. ഫ്രഞ്ച് സർവ്വസൈന്യാധിപനായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ടിപ്പു സുൽത്താനുമായി സഖ്യം സ്ഥാപിക്കുന്നതിന് അതിയായി ആഗ്രഹിച്ചിരുന്നു. ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ഹൈദർ അലിയും ഫ്രഞ്ചുകാരുടെ കീഴിൽ പരിശീലനം നേടിയ തങ്ങളുടെ സൈന്യത്തെ ഫ്രഞ്ച് സഖ്യവുമായി ചേർന്ന് ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിലും മറാത്തക്കാർ, സിറ, മലബാർ, കൊഡാഗു, ബെഡ്നോർ, കർണാടക, തിരുവിതാംകൂർ തുടങ്ങി ചുറ്റുപാടുമുള്ള മറ്റ് നാട്ടുരാജ്യങ്ങളുമായുള്ള മൈസൂറിന്റെ നിരവധി പോരാട്ടങ്ങളിലും ഉപയോഗിച്ചിരുന്നു. ഇക്കാലത്ത് ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി മൈസൂർ പിടിച്ചെടുത്ത് അധികാരത്തിലെത്തി. 1782 തന്റെ പിതാവിന്റെ മരണശേഷം കൃഷ്ണാനദിയും പശ്ചിമഘട്ടവും അറബിക്കടലും അതിർത്തിയായുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി ടിപ്പു സുൽത്താൻ മാറി. കന്നഡ, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, അറബിക്, ഫ്രഞ്ച് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ അതിയായ പ്രാവീണ്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പുവിൻ്റെ ഖബർസ്ഥാനിലേക്കുള്ള വഴിയിലാണ് നാം ഇപ്പോൾ. ഈ വഴിയിൽ ധാരാളം ഖബറുകൾ കാണാം. ടിപ്പുവിൻ്റെ ബന്ധുക്കളുടെയും സൈന്യാധിപന്മാരുടെയും ഖബറുകളാണ് ഇവ. ഓരോ ഖബറിലും പേരുകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഫ്രഞ്ച് സൈന്യവുമായി ചേർന്ന് യുദ്ധം നയിച്ച അദ്ദേഹം 2ാം മൈസൂർ യുദ്ധത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി നിർണായക വിജയങ്ങൾ നേടുകയും 1784 മംഗലാപുരം ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അയൽ രാജ്യങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയും ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്തും ടിപ്പു സുൽത്താൻ തന്റെ സാമ്രാജ്യം പടിപടിയായി വികസിപ്പിച്ചുകൊണ്ടിരുന്നു. തടവിലാക്കപ്പെട്ടവരോടുള്ള ടിപ്പുവിന്റെ ശിക്ഷാരീതികൾ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാരോടെതിരിടാൻ അയൽ രാജ്യങ്ങളുമായി ടിപ്പു സഖ്യത്തിന് ശ്രമിച്ചു. നമ്മളിതാ ടിപ്പുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ 3 ഖബറുകൾ കാണാം. ടിപ്പുവിൻ്റെ ഖബറാണ് ആദ്യത്തേത്. തുടർന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഖബറുകൾ കാണാം. ഇവിടെ നമ്മൾ കാണുന്ന 3 ഖബറുകളിൽ ആദ്യത്തേത് തന്നെയാണ് ടിപ്പു സുൽത്താൻ്റെ ഖബർ. മധ്യത്തിലുള്ളത് ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദർ അലിയുടെ ഖബറും അവസാനത്തെ ഖബർ മാതാവ് ഫിക്രുന്നിസയുടെ ഖബറുമാണ്.
ഫോട്ടോയും വീഡിയോയും ഇവിടെ അനുവദനീയമല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മുകൾ ഭാഗത്തെ കുബ്ബയുടെ ഉൾഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പകർത്തി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം വളരെ ആകർഷണീയമായി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കുബ്ബയുടെ ഭാഗം നോക്കുക. ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഉള്ളത്. തുടർന്ന് കേൾക്കാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രധാന ശത്രുവായിരുന്നു ടിപ്പു സുൽത്താൻ. തന്റെ ശത്രുപക്ഷത്തായിരുന്ന പഴശ്ശിരാജയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ സൈനിക നീക്കം നടത്തിയപ്പോൾ പടക്കോപ്പുകളും സൈന്യവും നൽകി ടിപ്പു പഴശ്ശിരാജയെ സഹായിക്കുകയുണ്ടായി. രണ്ടാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ പല കരാറുകളും ടിപ്പു ലംഘിച്ചു. നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെയും ഹൈദരാബാദ് നൈസാമിന്റെയും സംയുക്ത ആക്രമണത്തിനിടയിൽ ടിപ്പു കൊല ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു രാജാവ് പോരാടി മരണം വരിച്ചത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചരിത്ര സംഭവമായി മാറി. നമ്മുടെ അടുത്ത യാത്ര ചാമുണ്ഡി ഹില്ലിലേക്കാണ്. ദൂരം നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ശ്രീരംഗപട്ടണത്തിൽ നിന്ന് ചാമുണ്ഡി ഹില്ലിലേക്കുള്ള ദൂരം 28 കിലോമീറ്റർ 54 മിനിറ്റ് നേരത്തെ യാത്ര. ഇടത്തെ ഭാഗത്തെ മാപ്പിൽ നോക്കുക. ചാമുണ്ഡി ഹില്ലിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം 13 കിലോമീറ്റർ 32 മിനിറ്റ് നേരത്തെ യാത്ര. അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്ന കുശാൽ നഗറിലേക്ക് ചാമുണ്ഡി ഹില്ലിൽ നിന്നുള്ള ദൂരം 105 കിലോമീറ്റർ 2 മണിക്കൂർ 40 മിനിറ്റ് നേരത്തെ യാത്ര. ആദ്യമായി നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൈസൂരിൽ നിന്ന് കുശാൽ നഗറിലേക്കുള്ള ദൂരം മധ്യത്തിലെ മാപ്പിൽ നോക്കുക. 88 കിലോമീറ്റർ 2 മണിക്കൂർ 1 മിനിറ്റ് നേരത്തെ യാത്ര. ഇനി ഏറ്റവും വലത്ത് ഭാഗത്തുള്ള മാപ്പിൽ നോക്കുക. കീഴ്ശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരമാണ് 189 കിലോമീറ്റർ 5 മണിക്കൂർ 26 മിനിറ്റ് നേരത്തെ യാത്ര. ഇതിലൂടെ നമ്മൾ വന്നിട്ടില്ല. അടവായിരുന്നു, രാത്രി ആയതുകൊണ്ട്. നമ്മൾ വന്നത് കുശാൽ നഗറിൻ്റെ അടുത്തു കൂടിയുള്ളൊരു റൂട്ടിലാണ്. ആദ്യത്തെ മാപ്പിൽ ഇടത്തെ ഭാഗത്തെ മാപ്പിൽ നോക്കുക. കുശാൽ നഗറിൽ നിന്ന് കീഴ്ശ്ശേരിയിലേക്കുള്ള നമുക്ക് മടക്ക വഴിയാണ്. 204 കിലോമീറ്റർ 5 മണിക്കൂർ 34 മിനിറ്റ് നേരത്തെ യാത്ര. വലത്തെ ഭാഗത്തെ ഇപ്പോഴത്തെ മാപ്പിൽ കാണിക്കുന്നത് മടിക്കേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരമാണ്. 118 കിലോമീറ്റർ 2 മണിക്കൂർ 48 മിനിറ്റ് നേരത്തെ യാത്ര. നമ്മളിത് ചാമുണ്ഡി ഹിൽസിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ നേരെ കാണുന്ന ഇതാണ് മഹിഷാസുര പ്രതിമ. നമുക്ക് മഹിഷാസുരമർദ്ദന കഥകളും കേട്ട് ചാമുണ്ഡി ഹിൽസിലേക്ക് യാത്രയാവാം. ഈ തെരുവുകൾ മുഴുവൻ കച്ചവടക്കാരാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം 3 ലോകവും അടക്കിവാണു എന്ന് ദേവി പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹിഷാസുരൻ. അസുര രാജാവായ രംഭന് മഹിഷത്തിലുണ്ടായ മകനാണ് മഹിഷാസുരൻ. രംഭാസുരനു ശേഷം അസുരന്മാരുടെ രാജാവായി മഹിഷാസുരൻ വാഴുന്ന കാലം ദേവന്മാരെ മുച്ചൂടും മുടിപ്പിക്കുക എന്നതായിരുന്നു മഹിഷാസുരന്റെ ലക്ഷ്യം. അതിനായി എപ്പോഴും യുദ്ധം നടത്തി വന്നിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു മഹിഷാസുരൻ ശക്തി നേടിയത്. അസുരന്മാരുടെ എല്ലാ ലക്ഷണവും നിറഞ്ഞു നിന്നിരുന്നു. മഹിഷാസുരൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. കഠിനമായ പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ബ്രഹ്മാവ് അവനിൽ പ്രസാദിച്ചു. എന്ത് വരമാണ് വേണ്ടത് എന്ന ഭഗവാന്റെ ചോദ്യത്തിന് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഭഗവാനെ, എനിക്ക് മരണമുണ്ടാകരുത്, മരണമില്ലാത്തവനാക്കണം. ഭഗവാൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു: മകനെ, മരണമില്ലാത്തവൻ ആരുമില്ല. ഒരിക്കൽ എല്ലാത്തിനും അവസാനമുണ്ടാകും. എനിക്ക് അങ്ങനെ വരം നൽകാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും ചോദിച്ചാൽ സാധിച്ചു തരാം. ആലോചിച്ച ശേഷം മഹിഷാസുരൻ വീണ്ടും പറഞ്ഞു: അങ്ങനെയെങ്കിൽ ഭൂമിയിൽ പിറന്ന ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത്. മനുഷ്യരുടെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാകരുത്. ദേവന്മാർക്ക് എന്നെ കൊല്ലാൻ കഴിയരുത്. മരണം അനിവാര്യമാണെങ്കിൽ അത് ഒരു സ്ത്രീയിലൂടെ മാത്രമാകണം. സ്ത്രീകൾ അബലയാണ്. അവർക്ക് ഒരിക്കലും ശക്തിമാനായ എന്നോട് പൊരുതാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് മരണവും ഉണ്ടാകില്ല. ബ്രഹ്മാവ് ആ വരം നൽകി അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ അവന് മരണത്തോട് ഭയമില്ലാതായി. വലിയൊരു പട തന്നെ അവൻ സൃഷ്ടിച്ചു. വരബലത്തിൽ അഹങ്കരിച്ച ഈ അസുരൻ ഭൂമിയിലും ദേവലോകത്തും അക്രമം അഴിച്ചുവിട്ടു. ദേവന്മാർക്ക് ഇരിക്കപൊറുതിയില്ലാതെയായി. അവർ രക്ഷക്കായി ത്രിമൂർത്തികളോട് അപേക്ഷിച്ചു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തി സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി. അതായിരുന്നു ദിവ്യപ്രഭയോട് ജനിച്ച മഹാലക്ഷ്മി. 3 നിറങ്ങളോടും ഭാവങ്ങളോടും കൂടിയായിരുന്നു അവളുടെ ജനനം. എല്ലാ ദേവതകളുടെയും സംരക്ഷണമായിരുന്നു ആ ഭഗവതി. പല രൂപങ്ങളുണ്ടായിരുന്നു ദേവിക്ക്. അതിലൊന്നായിരുന്നു ചണ്ഡികാദേവി, സാക്ഷാൽ മഹിഷാസുരമർദ്ദിനി. തുടർന്ന് ദേവിയും മഹിഷാസുരനും തമ്മിൽ യുദ്ധമാകുകയും അസുരനെ ചണ്ഡിക വധിക്കുകയും ചെയ്തു. ദുർഗാദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് വിജയദശമി. ചാമുണ്ഡി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഈ ഫോട്ടോ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഇനി കുടകിലേക്കാണ് ഈ യാത്ര. 2 വർഷം മുമ്പ് കുടക് സന്ദർശിച്ചപ്പോൾ കുടകിലെ ഗോൾഡൻ ടെമ്പിൾ, ഹാരംഗി അണക്കെട്ട്, നിസർഗധാമ മുളങ്കാട്, രാജാ സീറ്റ് ഗാർഡൻ, ദുബാരെ ആന വളർത്തൽ കേന്ദ്രം എന്നിവ സന്ദർശിച്ചിരുന്നതാണ്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്.
നമ്മുടെ ഈ യാത്രയിൽ കുടകിൽ ഗോൾഡൻ ടെമ്പിളും നിസർഗധാമയും മാത്രമേ സന്ദർശിക്കുന്നുള്ളൂ. ചാമുണ്ഡി ഹിൽസിനോട് യാത്ര പറഞ്ഞ് കുടകിലേക്കുള്ള യാത്ര തുടരുകയാണ്. താഴേക്കുള്ള കാഴ്ചകൾ നോക്കുക. മൈസൂർ നഗരത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇവിടെ നിന്ന് കാണാം. നോക്കുക. ഇത്തിരി കുടക് പുരാണങ്ങളും കേട്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. കർണാടക സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് കുടക്. കൂർഗി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. തെക്പടിഞ്ഞാറു കർണാടകത്തിൽ പശ്ചിമഘട്ടത്തിൽ 4100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിട്ടാണ് ഈ ജില്ല സ്ഥിതി ചെയ്യുന്നത്. കൂർഗ് മലനിരകൾ കൊടകു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മടിക്കേരി, വിരാജ്പേട്ട്, സോമാർപേട്ട് എന്ന് 3 താലൂക്കുകൾ, മടിക്കേരി, വിരാജ്പേട്ട് എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ. കൊടകു ജില്ല മൈസൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. 2001 കന്യാകുമാരി പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ 5,48,561 ആണ്. കുടക് ഭരിച്ചിരുന്നത് ഹാലരി രാജാക്കന്മാരായിരുന്നു. അവരിലെ മൂന്നാമനായ മഡ്രാജ വടക്കൻ കുടകിലെ കുന്നുകൾ നിരത്തി മഡ്രാജഗിരി സൃഷ്ടിച്ചു. ആ നഗരമാണ് ഇന്ന് മടിക്കേരി എന്നറിയുന്നത്. കൊടകു ജില്ലയുടെ ആസ്ഥാനം മടിക്കേരിയാണ്. ബാഗ്ലൂരിൽ നിന്നും 252 മീറ്റർ ദൂരത്തും സമുദ്രനിരപ്പിൽ നിന്നും 1525 മീറ്റർ ഉയരവുമുണ്ട് മടിക്കേരിക്ക്. വടക്കു പടിഞ്ഞാറു ഭാഗത്ത് ദക്ഷിണ കന്നഡ ജില്ല, വടക്കുവശത്ത് ഹാസൻ ജില്ല, കിഴക്കുവശത്ത് മൈസൂർ ജില്ല, തെക്കു പടിഞ്ഞാറു വശത്ത് കേരളത്തിലെ കണ്ണൂർ ജില്ല, തെക്കുവശത്ത് വയനാട് ജില്ല എന്നിവയാണ് ഈ ജില്ലയുടെ അതിരുകൾ. കുടക് ജില്ല കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിലെ പാണത്തൂർ, കല്ലപ്പള്ളി ബളാൽ പഞ്ചായത്തിലെ കോടമഞ്ചേരി എന്നീ സ്ഥലങ്ങളുമായും അതിര് പങ്കിടുന്നുണ്ട്. കൊടകു പശ്ചിമഘട്ടത്തിലാണ് ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. തേക്ക് കാടുകളും മനോഹരമായ താഴ്വരകളുമാണ് പ്രത്യേകതകൾ. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ്. അബ്ബി വെള്ളച്ചാട്ടം. മടിക്കേരിയിൽ നിന്നും മൈസൂർ റൂട്ടിൽ 8 കിലോമീറ്റർ ദൂരെയാണ് ഈ വെള്ളച്ചാട്ടം. കാടിനും കാപ്പിത്തോട്ടങ്ങൾക്കും നടുവിലൂടെ 500 മീറ്ററോളം ഇറങ്ങി ചെല്ലുമ്പോൾ ഏകദേശം 100 അടി ഉയരത്തു നിന്നും 7 നിലകളായി പരന്നൊഴുകുന്ന ഇതിനെ തൂക്കുപാലത്തിൽ നിന്നും കാണുന്നത് മനോഹരമാണ്. പക്ഷേ 2018 ആഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൽ ഈ തൂക്കുപാലം പൂർണ്ണമായും തകർന്നുപോയി. മടിക്കേരി കോട്ട. ഇംഗ്ലീഷ് വാസ്തുശൈലിയിൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരം. ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. അതിനു സമീപമുള്ള 2 ആനകളുടെ പ്രതിമ പ്രശസ്തം. രാവിലെ ആനയുടെ ചിഹ്നം വിളി സഹിക്കാതെ വീരരാജ എന്ന രാജാവ് ജനലിലൂടെ മുറ്റത്ത് നിർത്തിയിരുന്ന 2 ആനകളെയും വെടിവെച്ചുവെന്നുവെന്നും പിന്നീട് പ്രായശ്ചിത്തമായി അവയുടെ പ്രതിമ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു. കോട്ടക്കകത്ത് ഒരു ഗണേശ ക്ഷേത്രം, ഒരു പള്ളി, രാജവംശത്തെക്കുറിച്ചുള്ള ഒരു മ്യൂസിയം എന്നിവയുമുണ്ട്. രാജാ സീറ്റ്. മടിക്കേരിയിൽ നഗരത്തിനു സമീപം ഒരു താഴ്വാരത്തിനെ ദൃശ്യം കാണാവുന്ന ഒരു സുന്ദര പ്രദേശമാണിത്. ഇവിടെ രാജാവ് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉമ്മത്തിന്റെ പൂകൊണ്ട് അലങ്കരിച്ച നർത്തകിമാർ നടത്തുന്ന ഉമ്മത്തെട്ട് എന്ന ഒരു നൃത്തരൂപം ഇവിടെ അരങ്ങേറിയിരുന്നതായി പറയുന്നു. ഇപ്പോൾ ഒരു നല്ല ഉദ്യാനമായി അത് പരിപാലിക്കുന്നു. കുട്ടികൾക്കായി ഒരു കളിത്തീവണ്ടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിസർഗധാം. മടിക്കേരി നിന്ന് 25 കിമിയും കുശാൽ നഗരത്തു നിന്നും 4 കിമിയും അകലെ കാവേരിയിലെ ഒരു നൈസർഗിക ദ്വീപാണ് നിസർഗധാം എന്ന പേരിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ആനസവാരി, ഏറുമാടം, മാൻ പാർക്ക് എന്നിവ ആകർഷണീയമാണെങ്കിലും ഈ വനത്തിലൂടെയുള്ള യാത്ര തന്നെയാണ് മനസ്സിനും ശരീരത്തിനും കുളിര് പകരുന്നത്. ഹാരംഗി ഡാം. കുശാൽ നഗരത്തിൽ നിന്നും സിദ്ധാപുര റൂട്ടിൽ നിസർഗധാമിൽ നിന്നും 8 കിമി ദൂരെയാണ് 2775 ഫീറ്റ് നീളവും 174 ഫീറ്റ് ഉയരവുമുള്ള ഹാരംഗി ഡാം. കുടകിലെ ഒരേയൊരു ജലസംഭരണിയാണിത്. ദുബാരെ ആന ക്യാമ്പ്. കുശാൽ നഗരത്തിൽ നിന്നും സിദ്ധാപുര റൂട്ടിൽ 15 കിലോമീറ്റർ പോകുമ്പോൾ കാവേരി നദിയിലെ ദ്വീപാണ് ദുബാരെ. അവിടെ വനം വകുപ്പിന്റെ ആന പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നു. 21 ആനകളുള്ള അവിടെ സന്ദർശകർക്ക് ആനയെ കുളിപ്പിക്കാനും തീറ്റി കൊടുക്കാനും എല്ലാം പാപ്പാന്മാരെ സഹായിക്കാം. ആന പരിശീലനവും കാണാൻ സാധിക്കും. ഇന്ത്യയിലെ കർണാടകയിലെ ബൈലകുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന നൺട്രോലിംഗ് മോണാസ്ട്രി സുവർണ ക്ഷേത്രം ആത്മീയ, സാംസ്കാരിക, വാസ്തുവിദ്യാ പ്രാധാന്യത്തിന് പേരുകേട്ട ഒരു ശ്രദ്ധേയമായ ടിബറ്റൻ ബുദ്ധവിഹാരമാണ്. ചില രസകരമായ വസ്തുതകൾ ഇതാ. നിങ്മ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ അധ്യാപന കേന്ദ്രം. ടിബറ്റൻ ബുദ്ധമതത്തിലെ നിങ്മ പാരമ്പര്യത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപന കേന്ദ്രമാണ് നൺട്രോലിംഗ് ആശ്രമം. 1963 റുബാമ പദ്മ നോർബു റിൻപോച്ചയാണ് ഇത് സ്ഥാപിച്ചത്. സുവർണ ക്ഷേത്രം. ബുദ്ധന്റെയും മറ്റ് ദേവതകളുടെയും അതിശയിപ്പിക്കുന്ന സ്വർണ്ണ ശില്പങ്ങൾക്ക് പേരുകേട്ട പ്രശസ്തമായ സുവർണ ക്ഷേത്രം ഈ ആശ്രമത്തിലുണ്ട്. 18 മീറ്റർ ഉയരമുള്ള ഏകദേശം 60 അടി സ്വർണ്ണ ബുദ്ധ ശാക്യമണി പ്രതിമയാണ് കേന്ദ്രബിന്ദു. മനോഹരമായ ചുവർച്ചിത്രങ്ങളും കലാസൃഷ്ടികളും. ബുദ്ധമത പുരാണങ്ങളെയും ടിബറ്റൻ സംസ്കാരത്തെയും ചിത്രീകരിക്കുന്ന സങ്കീർണമായ ചുവർച്ചിത്രങ്ങളാൽ ഈ ആശ്രമം അലങ്കരിച്ചിരിക്കുന്നു. സുവർണ ക്ഷേത്രത്തിനുള്ളിലെ ഊർജ്ജസ്വലമായ കലാസൃഷ്ടികൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. സന്യാസിമാരുടെയും കന്യാസ്ത്രീകളുടെയും സമൂഹം. ബുദ്ധമതം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന 5000-ത്തിലധികം സന്യാസിമാരും കന്യാസ്ത്രീകളും ഈ ആശ്രമത്തിലുണ്ട്.
വിദ്യാഭ്യാസവും ആത്മീയ മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് നിരവധി യുവ സന്യാസിമാർക്ക് പരിശീലനം നൽകാനും ഇവിടെ സൗകര്യമുണ്ട്. 5. വാർഷിക ടിബറ്റൻ പുതുവത്സരാഘോഷങ്ങൾ. നൻറോലിംഗ് ആശ്രമം ടിബറ്റൻ പുതുവത്സരമായ ലോസ് ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ സമയത്ത് സന്ദർശകർക്ക് വർണ്ണാഭമായ ആചാരങ്ങൾ, ജപങ്ങൾ, പരമ്പരാഗത നൃത്തങ്ങൾ എന്നിവ കാണാൻ കഴിയും. 6. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ്. ആശ്രമം സുസ്ഥിരമായ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. വിശാലമായ കാമ്പസിൽ പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങൾ, ശാന്തമായ പൂന്തോട്ടങ്ങൾ, പരിസ്ഥിതി സൗഹൃദ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുണ്ട്. 7. വിനോദസഞ്ചാര ആകർഷണം. ഇത്തരം വിജയകരമായ യാത്രകൾ തുടർന്നും സലാമിനും സലാമിൻ്റെ സംരംഭമായ സലാം ട്രാവൽസിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ